നമസ്കാരം. ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാൻ എന്നെ ഇന്ന് പ്രേരിപ്പിക്കുന്നത്. സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്ന ഗുജറാത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ 20 വർഷത്തെ തടവിന് ഇന്ന് ഗുജറാത്തിലെ പാലൻപൂരിലെ ഒരു സെഷൻസ് കോടതി ഇന്ന് ഉത്തരവിട്ടിരിക്കുകയാണ്. ആ ഉത്തരവിൻ്റെ പ്രത്യേകത, നേരത്തെ അദ്ദേഹത്തിന് വിധിച്ചിരിക്കുന്ന മറ്റൊരു കോടതി വിധിച്ചിരിക്കുന്ന 36 വർഷത്തെ ജീവപര്യന്തം തടവ്, ആ 36 വർഷത്തെ ജീവപര്യന്തം തടവ് കഴിഞ്ഞ് എന്നാണോ പുറത്തിറങ്ങുന്നത് അന്ന് മുതൽ 20 വർഷത്തേക്കാണ് ഇപ്പോഴത്തെ തടവ് വിധിച്ചിരിക്കുന്നത്. നേരത്തെ ഇതേ കേസിൽ അദ്ദേഹത്തെ തടവിലിട്ട 6.5 വർഷക്കാലം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ജയിലിലിട്ട ആ കാലാവധി കൂട്ടാതെ ഈ തടവിന് ശേഷം 20 വർഷം എന്നാണ് വിധി പറഞ്ഞിരിക്കുന്നത്. വളരെ ദുരൂഹവും ഏറ്റവും വേദനിപ്പിക്കുന്ന, ഇന്ത്യൻ ജുഡീഷ്യറിയെ തന്നെ തകർക്കുന്ന, ഒരു ജുഡീഷ്യറിയെ എങ്ങനെ ഗവൺമെൻറ് നേരിട്ട് സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു വിധിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. എന്തിനാണ് ഈ സഞ്ജീവ് ഭട്ടിനോട് ഇത്രയും പ്രതികാര ബുദ്ധിയോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് പെരുമാറുന്നത്? നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. നരേന്ദ്രമോദിക്കെതിരെ നെഞ്ചു വിരിച്ചുകൊണ്ട്, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് മുമ്പാകെയും സുപ്രീം കോടതി നിയമിച്ച കമ്മീഷനുകൾക്ക് മുമ്പാകെയും പ്രത്യേക അന്വേഷണ സമിതികൾക്ക് മുമ്പാകെയും കൃത്യമായ തെളിവ് കൊടുത്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് കലാപത്തിൽ പങ്കുണ്ട് എന്ന് മൊഴി കൊടുത്ത ഒരു ധീരനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്, IPS-കാരനാണ് സഞ്ജീവ് ഭട്ട്. എല്ലാ കമ്മീഷനുകൾക്ക് മുമ്പാകെയും അതേപോലെ RK രാഘവന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതിക്ക് മുമ്പാകെയും അദ്ദേഹം ഇക്കാര്യം വളരെ വ്യക്തമായ മൊഴി കൊടുത്തു. അപ്പോൾ യാതൊരു ഭയവുമില്ലാതെ ഈ മൊഴി കൊടുത്തതിന് പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് അതിനുശേഷം ഇദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്നത്. 2015 അദ്ദേഹത്തെ IPS-ൽ നിന്ന് പുറത്താക്കി, അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാഗം വ്യക്തമായി കേൾക്കാനോ മൊഴി കൊടുക്കാനോ വിശദീകരണം കൊടുക്കാനും പോലും അവസരം കൊടുക്കാതെ UPSC-യും കേന്ദ്ര ഗവൺമെൻറ്റും ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ IPS-ൽ നിന്ന് പുറത്താക്കി. പിന്നീട് കെട്ടിച്ചമച്ച കേസാണ് അദ്ദേഹം 1990 ഒരു അഡീഷണൽ SP ആയിരിക്കുന്ന സമയത്ത് LK അദ്വാനിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് രഥയാത്ര നടന്നപ്പോൾ, ആ രഥയാത്രയെ ബീഹാറിൽ വെച്ച് സമസ്തിപൂരിൽ വെച്ച് തടയപ്പെട്ടപ്പോൾ, ഗുജറാത്തിൽ വർഗീയ കലാപത്തിന് കൂപ്പുകൂട്ടിയപ്പോൾ, പാലൻപൂരിലെ ഒരു വിഭാഗം ആളുകൾ വർഗീയ കലാപത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ അതിൽപ്പെട്ട 130 ആളുകളെ അന്ന് അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. അതിൽപ്പെട്ട ഒരു വ്യക്തിയായ പ്രഭുദാസ് നിഷാനി എന്ന് പറയുന്ന ആള് അദ്ദേഹത്തെ റിമാൻഡിൽ നിന്ന് പുറത്തുവിട്ട് 9 ദിവസത്തിന് ശേഷം അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യത്തിനാണ് ഈ നിഷാനി മരണപ്പെട്ടിരിക്കുന്നത്. പക്ഷേ കസ്റ്റഡിയിലാണ് മരണപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഒരു കേസെടുക്കുകയുണ്ടായി. എന്നാൽ ആ കേസിലും സഞ്ജീവ് ഭട്ട് നേരിട്ട് പ്രതിയായിട്ട് ഒരു സ്ഥലത്തും പറയുന്നില്ല. തന്നെയല്ല, പോലീസ് ആ കേസ് എഴുതി തള്ളി അവസാനിപ്പിക്കുകയും ചെയ്തതാണ്. എന്നാൽ 2002 നരേന്ദ്രമോദിക്കെതിരെ മൊഴി കൊടുത്തതോട് കൂടിയിട്ട് ഈ ശ്രീ സഞ്ജീവ് ഭട്ടിനെതിരെ 1990 കേസ് വീണ്ടും പൊടി തട്ടിയെടുക്കുകയും ആ കേസിൽ അദ്ദേഹത്തിന് എല്ലാവിധ നീതിന്യായ ബോധവും നഷ്ടപ്പെട്ട ഒരു വിചാരണയിൽ അദ്ദേഹത്തെ 36 വർഷത്തേക്ക് തടവിന് വിധിക്കുകയുണ്ടായി. ഇതിൽ അദ്ദേഹത്തെ പുതിയ 20 വർഷത്തേക്കുള്ള പുതിയ തടവിന് വേണ്ടി വിധിച്ചിരിക്കുന്ന കേസ് 1996 പാലൻപൂരിലെ ഒരു ഹോട്ടലിൽ ഒപ്പിയം, ഏതാണ്ട് 5 കിലോ ഒപ്പിയം അവിടെ സൂക്ഷിച്ചു വെച്ചു. അത് ശ്രീ സഞ്ജീവ് ഭട്ട് പിടികൂടി കൃത്രിമമായി അവിടെ കൊണ്ടുവെപ്പിച്ച് ഒരു വ്യക്തിയെ കൊടുക്കാൻ വേണ്ടി കേസെടുത്തു എന്നാണ് ആരോപിക്കപ്പെടുന്നത്. ഈ കേസ് എന്താണെന്ന് വെച്ചാൽ 1996 പാലൻപൂരിലെ ഒരു ഹോട്ടലിൽ 5 കിലോ ഒപ്പിയം കൊണ്ടുവെക്കുകയും അത് ഒരാൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു പറയുന്നു. അന്നത്തെ അവിടുത്തെ പോലീസ് ഇൻസ്പെക്ടറായിരിക്കുന്ന IB വ്യാസ് എന്ന് പറയുന്ന വ്യക്തി നേരെ ആ ഹോട്ടലിൽ പോയി റെയ്ഡ് നടത്തി ഏതാണ്ട് 1.5 കിലോ ഒപ്പിയം പിടിച്ചെടുക്കുകയും ആ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് സോമർ സിംഗ് രാജപുരോഹിത് എന്ന് പറയുന്ന ഒരു രാജസ്ഥാൻകാരൻ്റെ പേരിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ നാടായ പാലയിൽ പോയിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ കേസ് ഈ പരിശോധനയിൽ ഈ ഒപ്പിയം പരിശോധിച്ചപ്പോൾ ഇത് നാച്ചുറലായിട്ട് വളരുന്ന ഒപ്പിയമാണ്, കമേഴ്സ്യലായിട്ടുള്ള ഒപ്പിയമല്ല എന്ന് കണ്ടെത്തുകയും തന്നെയുമല്ല ഇത് കൃത്രിമമായ കേസാണെന്ന് അന്നത്തെ അവിടുത്തെ SP ആയിരുന്ന സഞ്ജീവ് ഭട്ടിന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കൃത്യമായി ഒരു ഉത്തരവിട്ടു. ഈ കേസിൻ്റെ ഒരു ഘട്ടത്തിലും പങ്കെടുക്കാത്ത സഞ്ജീവ് ഭട്ട് ഈ നിരപരാധിയായ പ്രതിയെയാണ് കുടുക്കിയതെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അദ്ദേഹത്തെ റിലീസ് ചെയ്തുകൊണ്ട് സ്വതന്ത്രനാക്കുന്നതിന് വേണ്ടി ഉത്തരവിട്ട ഒരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കാൻ ശ്രമിച്ച സമയത്ത് ഗുജറാത്ത് ഹൈക്കോടതിയിലെ അന്നത്തെ ജഡ്ജി RR ജെയിൻ, അപ്പോൾ ഈ RR ജെയിനാണ് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തിയത് RR ജെയിനാണ് ഈ ഗൂഢാലോചന മുഴുവൻ നടത്തിയത്. RR ജെയിന് രാജസ്ഥാനിലുള്ള കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിലെ വാടകക്കാരനാണ് സോമർ സിംഗ് രാജപുരോഹിത്. ഈ സോമർ സിംഗ് രാജപുരോഹിത്തിനെ കേസിൽ കുടുക്കിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ബിൽഡിങ്ങിൻ്റെ വാടകക്കാരൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ വേണ്ടി കള്ളക്കേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജഡ്ജിയാൽ സ്വാധീനിക്കപ്പെട്ട് ഈ വ്യാസ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ചുകൊണ്ട് റെയ്ഡ് നടത്തി കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയുണ്ടായി. ഈ കേസ് ഇങ്ങനെ
ഇരിക്കെ 2017, അതായത് 2002 മോദിക്കെതിരെ മൊഴി കൊടുത്തതിന് ശേഷം നിരന്തരമായിട്ട് 2002 കേസിൽ 2015 ഇദ്ദേഹം മൊഴി കൊടുത്തു. 2013, 14 കാലഘട്ടത്തിലൊക്കെ മൊഴി കൊടുത്തതിൻ്റെ വൈരാഗ്യം തീർക്കുന്നതിന് ഇദ്ദേഹത്തിനെതിരെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സുപ്രഭാതത്തിൽ 2018 അതായത് സോമർ സിംഗ് രാജപുരോഹിത് വേഴ്സസ് ഗവൺമെൻറ് ഓഫ് ഗുജറാത്ത് എന്ന കേസ് സോമർ സിംഗ് രാജപുരോഹിത് വേഴ്സസ് സഞ്ജീവ് ഭട്ട് എന്ന് കൃത്രിമമായി ആ കേസ് മാറ്റിത്തിരുത്തുകയും സഞ്ജീവ് ഭട്ടിനെ ഈ കേസിൽ പ്രതിയാക്കാൻ വേണ്ടി ഈ IB വ്യാസിനെ കേസിൽ മാപ്പുസാക്ഷിയാക്കി. ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാളിനെ കേസിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മദ്യവ്യവസായിയെ മാപ്പുസാക്ഷിയാക്കി അതേ രീതിയിൽ ഈ കേസിൽ ശ്രീ സഞ്ജീവ് ഭട്ടിനെ മുഖ്യപ്രതിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഈ IB വ്യാസ് എന്ന് പറയുന്ന ഈ കള്ളക്കേസ് മുഴുവൻ കൃത്രിമമായി പടച്ചുണ്ടാക്കിയ ആ വ്യക്തിയെ മാപ്പുസാക്ഷിയാക്കി. ആ മാപ്പുസാക്ഷിയെ കൊണ്ട് ഈ കേസിലെ മുഴുവൻ കാര്യങ്ങളും ചെയ്തത് സഞ്ജീവ് ഭട്ടാണെന്ന് മൊഴി വാങ്ങിക്കൊണ്ട് ഇദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ടാണ് ഇപ്പോൾ 20 വർഷം തടവിലിടാൻ വേണ്ടി വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ആകെ 56 വർഷത്തെ തടവാണ് ഇപ്പോൾ സഞ്ജീവ് ഭട്ട് അനുഭവിക്കേണ്ടത്. എന്ന് വെച്ചാൽ സഞ്ജീവ് ഭട്ട് മരണം വരെ ജയിലിൽ നിന്ന് പുറത്തു വരില്ല. ആകെ അദ്ദേഹം ചെയ്തത് ശ്രീ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കുമൊക്കെ എതിരെ കൃത്യമായ നിലപാടെടുത്തു. ശ്രീ നരേന്ദ്രമോദി ഗുജറാത്ത് കലാപക്കാലത്ത് അത് ആളിക്കത്തിക്കാനുള്ള ശ്രമം നടത്തി. മാത്രമല്ല ഫെബ്രുവരി മാസം 27 2002 ഫെബ്രുവരി 27 രാത്രിയിൽ മോഡിയുടെ വീട്ടിൽ നടന്ന യോഗത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ കേന്ദ്രസേനയെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് നരേന്ദ്രമോദി തയ്യാറായില്ല. മധുരയിലെ മരണപ്പെട്ട ആളുകളുടെ ശവശരീരങ്ങളുമായിട്ട് ഗുജറാത്ത് മുഴുവൻ വിലാപയാത്ര നടത്താനുള്ള വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ശ്രമങ്ങളെ തടയണം. അത് നടത്തിയാൽ സംസ്ഥാനം മുഴുവൻ ആളിക്കത്തി വലിയൊരു വിഭാഗം കൊന്നൊടുക്കപ്പെടുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നരേന്ദ്രമോദിയോട് പറഞ്ഞപ്പോൾ ആളുകൾക്ക് പ്രതികാരം ചെയ്യാൻ, ഹിന്ദു വിഭാഗത്തിന് പ്രതികാരം ചെയ്യാൻ സമയം കൊടുക്കണമെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. തന്നെയുമല്ല ഇഹ്സാൻ ജിഫ്രി എന്ന് പറയുന്ന വന്യവയോധികരായ കോൺഗ്രസിന് മുൻ MP താമസിക്കുന്ന പ്രദേശത്ത് ക്രമസമാധാന നില ഏത് സമയവും തകരും, അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ്, സംരക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹം കേട്ടില്ല, അതിനനുകൂലമായി പ്രതികരിച്ചില്ല എന്ന് ഉത്തരവാദപ്പെട്ട സുപ്രീം കോടതി നിയമിച്ച RK രാഘവൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷനും മറ്റുള്ള സമിതികൾക്കും പരസ്യമായി നെഞ്ചുറപ്പോടുകൂടി നെഞ്ചുവിരിച്ചുകൊണ്ട് മൊഴി കൊടുത്ത ഒരു സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥനെ ആ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ നരേന്ദ്രമോദിയും ഗുജറാത്ത് പോലീസും കേന്ദ്ര സർക്കാരും നിരന്തരമായി വേട്ടയാടുകയാണ്, കള്ളക്കേസുകൾ എടുക്കുകയാണ്, ജുഡീഷ്യറി പോലും സ്വാധീനിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആരോപണം തന്നെ വളരെ വ്യക്തമാണ്. ആ ജഡ്ജ് പരസ്യമായി പ്രതികൾക്ക്, അതായത് ഇദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കുന്ന ആളുകളോട് ഗൂഢാലോചന നടത്തുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവർക്കെതിരായി ലഭിക്കുന്ന മൊഴികൾ രേഖപ്പെടുത്താതിരിക്കുകയും അങ്ങനെ വളരെ വൃത്തികെട്ട രൂപത്തിൽ ജുഡീഷ്യറിയെ സ്വയം നശിപ്പിക്കുന്ന രൂപത്തിലുള്ളൊരു പ്രവർത്തനമാണ് അവിടെ പാലൻപൂരിലെ കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്തരം നികൃഷ്ടമായ വൃത്തികെട്ട നീതിരഹിതമായ പ്രവർത്തനങ്ങൾക്കെതിരെ രാജ്യം മുഴുവൻ പ്രതികരിക്കണം. പ്രിയപ്പെട്ട ഫോളോവേഴ്സിനോട് ഇതെല്ലാം എല്ലാ സ്ഥലത്തേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം, എത്തിക്കണം. ആളുകൾ മനസ്സിലാക്കണം. സത്യത്തിലുള്ള നെറികെട്ട രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിയാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.